ഹലോ, രാമോജി ഫിലിം സിറ്റിയിലെ തുടർ കാഴ്ചകളുമായി നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമോജി ഫിലിം സിറ്റിയിൽ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും പുറപ്പെടുന്ന സമയത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണേണ്ടത് ബാഹുബലി സെറ്റാണെന്ന് പറഞ്ഞിട്ട് അതാണ് ഞാനിങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കാര്യം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും കുറേ ലൊക്കേഷൻസൊക്കെ നമ്മൾ കണ്ട് 1-2 സ്ഥലത്തൊക്കെ നമ്മൾ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ ബാഹുബലി സെറ്റിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം നിങ്ങളെ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് ബാഹുബലി സെറ്റാണ്, അവിടെ പോയി നിങ്ങൾക്ക് വേണ്ടത്ര ടൈം സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ബസ് എപ്പോഴാണോ വരുന്നത് ആ ബസ്സിൽ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി നമുക്ക് പോവാം അടുത്ത സ്പോട്ടിലേക്ക്. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പം അതുവരെ ഉണ്ടായിരുന്നതിനെക്കാട്ടി നല്ല മഴയാണ്. മഴ അത്യാവശ്യം നല്ല ശക്തിയാവാൻ തുടങ്ങി. പക്ഷെ ആ മഴയുടെ ഒരു തോത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമായിരുന്നു നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞിട്ടും ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ എത്ര രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ രാമോജിയിലോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ എപ്പോഴെങ്കിലും വരുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് മിസ് ചെയ്യാനും പറ്റില്ല. മഴ അത്യാവശ്യം നല്ലോണം ഉണ്ട് താനും. പിന്നെ നമ്മൾ രാമോജിയിൽ വന്നപ്പോൾ തന്നെ ഒരു എക്സ്ട്രാ കുടയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചന്തുവിന് റെയിൻകോട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തായാലും ബാഹുബലി സെറ്റ് ആ മഴയിൽ തന്നെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തുടങ്ങി. പിന്നെ നമുക്കറിയാം ഇത് ബാഹുബലി സെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും കയറി നിൽക്കാനുള്ള ഒരു സംവിധാനമൊന്നും കിട്ടത്തില്ല, കാരണം എല്ലാം ഓപ്പൺ ആയിട്ടാണുള്ളത്. പക്ഷേ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും മഴയത്താണെങ്കിൽ പോലും ആളുകൾ അവിടെ വന്നിട്ട് ആ സെറ്റിലെ നമ്മൾ ആ മൂവിയിൽ ഓരോ സീനിലും കണ്ടിരിക്കുന്ന സ്ഥലങ്ങളും ആ ലൊക്കേഷനിൽ വരുന്ന അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണാനും അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും അത്രയധികം ഉത്സാഹത്തിലും അതുപോലെ തന്നെ കൗതുകത്തിലുമാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് ആ സിംഹാസനത്തിൽ ഇരിക്കാനും പിന്നെ ആ കുതിരയുടെയും ആനയുടെയും ഒക്കെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആളുകൾ തിരക്ക് കൂട്ടുകയാണ്. ഈ മഴയൊന്നും അവർക്ക് അതിനകത്തൊരു ബാധകമേ അല്ലായിരുന്നു. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഏറ്റെടുത്ത് കഴിഞ്ഞ വമ്പൻ ഹിറ്റ് മൂവിയാണ് നമ്മുടെ ബാഹുബലി. ആ സിനിമ ചിത്രീകരണവും റിലീസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സെറ്റ് ഇവിടെ വരുന്ന സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കാമെന്ന് രാമോജി ഫിലിം സിറ്റിയും അതുപോലെ തന്നെ സിനിമയുടെ അധികൃതരും തീരുമാനിച്ചത് വളരെ ഉചിതമായ ഒരു തീരുമാനമാണ്. കാരണം സ്വപ്നതുല്യമായ ഈ ഒരു ബാഹുബലി സെറ്റ് സന്ദർശിക്കാനായിട്ട് നിരവധി ആളുകളാണ് ഡെയിലി ഇവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ടൂർ പാക്കേജ് എടുത്ത് വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളും അതിൽ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഈ ബാഹുബലി സെറ്റിലാണ്. വമ്പൻ ഹിറ്റായിട്ടുള്ള ബാഹുബലി സിനിമ കണ്ട് മതിയാവാത്ത ആരാധകർ ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള മഹിഷ്മതി രാജ്യം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അനവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ബാഹുബലിയുടെ വിലയേറിയ ആ ഒരു സെറ്റിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന തൂണുകൾ, മാന്ത്രിക ഗോവണികൾ, ഗംഭീരമായിട്ടുള്ള അവിടുത്തെ ശില്പങ്ങൾ, സിനിമയിൽ പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന മറ്റു കുറേ നിരവധി ഉപകരണങ്ങൾ, ഇതൊക്കെ കാണാനും ഇതിൻ്റെയൊക്കെ അടുത്തിരുന്ന് ഫോട്ടോ എടുക്കാനും ആ സിംഹാസനത്തിൽ ഇരുന്നും ഒക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിരവധി ആളുകളാണ് വരുന്നത്. രാമോജി ഫിലിം സിറ്റിയിൽ നോർമൽ എൻട്രി ടൈം രാവിലെ 9:45 മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു ടൈമിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബാഹുബലി സെറ്റ് സന്ദർശിക്കാം. ബാഹുബലി സെറ്റിൻ്റെ അടുത്ത് നമുക്ക് രാമോജിയിലെ ബസ് നമ്മളെ ഡ്രോപ്പ് ചെയ്ത് തരും. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അവിടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ബസ് വരുമ്പോൾ അതിൽ കയറി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ഇവിടെ ഫിലിം സിറ്റിയിലുള്ള ഫുഡ് കോർട്ടുകളിൽ ഒരെണ്ണം ഈ ബാഹുബലി സെറ്റിനോട് ചേർന്നിട്ടാണുള്ളത്. അപ്പം നമുക്ക് ബാഹുബലി സെറ്റ് കണ്ടിട്ട് ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോരാം. എനിക്കിവിടെ വന്നിട്ട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ നമ്മൾ സാധാരണക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടേക്ക് ഇവർ പുറത്തുനിന്നുള്ള ഫുഡൊന്നും അലോ ചെയ്യില്ല. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് രാമോജിൻ്റെ ബസ്സിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അവർ ബാക്ക് ചെക്കിൽ നോക്കും നമ്മൾ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഫുഡുകളൊക്കെ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡ് ഇവർ ഇങ്ങോട്ടേക്ക് അലോ ചെയ്യില്ല. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. വളരെ വിരളിലെണ്ണാവുന്ന അത്രയും റെസ്റ്റോറൻറ്റുകൾ മാത്രമേ ഇവിടെയുള്ളൂ. അതെല്ലാം നമുക്ക് കുറച്ച് വെറൈറ്റി, കുറച്ച് കോംബോ ഐറ്റംസ് അങ്ങനെയുള്ള ഫുഡുകളാണ് കൂടുതലും കിട്ടുക. ബിരിയാണി കോംബോ, അതുപോലെ തന്നെ ദോശയൊക്കെ ആണെങ്കിൽ തന്നെ നോർമൽ ദോശയൊന്നുമല്ല, കുറച്ച് വലിയ സൈസുള്ള ദോശ. പിന്നെ അതേപോലെ തന്നെ ലഞ്ചൊക്കെ ആണെങ്കിലും കോംബോ ലഞ്ച് അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് റൈസും ചപ്പാത്തി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വരുന്നത് പോലെ. അപ്പോൾ ഒരാൾക്കൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംബോ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും. പിന്നെ ഹൈദരാബാദി ബിരിയാണി അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചന്തുവിനെയും കൊണ്ട് പോയതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കാനും പറ്റില്ല എന്തായാലും. പിന്നെ നമ്മളൊരു ഫുൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്യാണല്ലോ, ആരായാലും എന്തായാലും ഫുഡ് നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ അവിടുന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹൈദരാബാദി ബിരിയാണി എങ്ങാനും വാങ്ങിച്ച് നമ്മൾ നോർമലി ഇവിടെ നമുക്കൊരു 200 റുപ്പീസിന് കിട്ടുന്ന ബിരിയാണീൻ്റെ ക്വാണ്ടിറ്റിയേ ഉള്ളൂ.
പക്ഷേ അതിന് നമ്മളൊരു നിയർലി 500-നടുത്ത് നമ്മൾ പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫുഡ് നല്ല കോസ്റ്റ്ലി ആണെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ മഴയാണെങ്കിലും ബാഹുബലി സെറ്റൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അടുത്ത ബസ് വെയിറ്റ് ചെയ്ത് ബസ്സിൽ കയറി അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പം ബസ് കണ്ടപ്പോഴേക്ക് ഈ വിൻറ്റേജ് ബസ് അടിപൊളി ലുക്ക്. അപ്പോഴാണെങ്കിൽ ചെറിയൊരു മഴയേ ഉള്ളൂ, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബസ് കണ്ടിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മൾ ബസ്സിൽ കയറി വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് ഫുള്ള് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് മഴയുടെ തോത് കൂടി വരാൻ തുടങ്ങിയപ്പോഴേക്കും ബസ്സിൻ്റെ വിൻഡോ സീറ്റിലിരിക്കാൻ ആളില്ലാതെയായി. ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ആണ്, വിൻഡോസ് ഒന്നുമില്ല, കട്ടനോ അല്ലെങ്കിൽ വിൻഡോൻ്റെ അവിടെ ഗ്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുള്ള് മഴയെല്ലാം അടിച്ച് കയറുന്നുണ്ട്. അതുകൊണ്ട് വിൻഡോ സീറ്റ് മാത്രമല്ല അപ്പുറത്തെ സീറ്റിൽ വരെ ഫുള്ള് വെള്ളമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ബസ്സിലൊക്കെ ആൾക്കാർ വളരെ കുറഞ്ഞ് കുറേ പേര് നിന്നിട്ടാണ് ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് നമുക്കിവിടെ വിസിറ്റ് ചെയ്യാനുള്ളത് ലണ്ടൻ സ്ട്രീറ്റ് ആണ്. അപ്പോൾ ബസ് നമ്മളെ അതിൻ്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്തു. ആ സ്ട്രീറ്റിന് ഇരുവശവും നല്ല ഭംഗിയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ വീടുകൾ, അടുത്തടുത്തുള്ള വീടുകൾ, അത് മൾട്ടി സ്റ്റോറി വീടുകളാണ്. അതിൻ്റെയൊക്കെ ഹാൻഡ് റെയിലുകൾ, ബാൽക്കണികൾ, അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചില വീടുകളുടെയൊക്കെ ഫ്രണ്ടിലായിട്ട് പിന്നെ പുല്ലൊക്കെ നട്ട് വളർത്തി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിലയിടത്ത് വന്നിട്ട് ഈ വിദേശത്തൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ റോഡ് സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡാണെങ്കിൽ നല്ല നീറ്റ് ക്ലിയർ ആയിട്ടുള്ള അടിപൊളി ഒരു റോഡാണ്. ഇത് റോഡ് നേരെ അപ്പുറത്തേക്ക് എൻഡിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയും ചില സ്പോട്ടുകളൊക്കെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ബസ് നമുക്ക് തന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സ്ട്രീറ്റിലൂടെ എക്സ്പ്ലോർ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അപ്പുറത്ത് എത്തിയാൽ അവിടെ അടുത്ത ബസ് വരും, നമുക്ക് അവിടുന്ന് അടുത്ത ബസ്സിൽ കയറാം. അങ്ങനെ പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് ഫിലിം മേക്കിംഗ് ചില ടെക്നിക്സ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഒരു ഹോളിനകത്തേക്ക് കയറി. അപ്പം നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവതാർ മൂവിയുടെയൊക്കെ ആ മോഷൻസ് എങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫിലിമിലേക്ക് എന്നുള്ളതാണ്. അതായത് ഒരാൾ ജസ്റ്റ് ഒരു ഹാളിൽ നിന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ മൂവിയിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നത്. അവിടെ ഇപ്പോൾ ഒരു മരമോ അല്ലെങ്കിൽ ഒരു പാറയൊന്നും ഇല്ലെങ്കിൽ കൂടി അവർ ജസ്റ്റ് കാല് വെച്ചിട്ട് ആ ഒരു മൂവ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ആനിമേറ്റഡ് ആയിട്ടുള്ള വേറൊരു ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ വേർഡും കാര്യങ്ങളൊക്കെ അവരവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരാളവിടെ ഈ ആക്ഷൻസ് ഒക്കെ ചെയ്യുകയും അതിന് തൊട്ട് മുന്നിൽ ഒരു സ്ക്രീൻ വെച്ചിട്ട് എന്താണോ ഇവർ ചെയ്യുന്ന ആക്ഷനെ നമ്മൾ ആനിമേറ്റഡ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത് എന്നുള്ളത് ആ വിത്ത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അവിടെ തന്നെ അപ്പം തന്നെ കാണാൻ പറ്റും. ആ മോഷനും ആ ഒരു പിന്നെ പ്ലേയും എന്തായിട്ടാണ് സ്ക്രീനിൽ വരുന്നതെന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് അവർ ഇൻ വോയിസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ടെന്ന് പോലും എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിവർ എക്സ്പ്ലെയിൻ ചെയ്യുകയും ഇത് കാണിച്ചു തരുകയും ചെയ്തപ്പോഴാണ് ഇതിങ്ങനെയാണല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലായത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇവിടെ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകളും ഡീറ്റെയിൽസും ഷോകളൊക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പുറമേയുള്ള കാഴ്ചകളേക്കാൾ കൂടുതൽ നമുക്ക് പഠിക്കാനും അത്ഭുതപ്പെടുത്തുന്നതും ഇങ്ങനെയുള്ള ചില ഷോകളാണ്. പിന്നീട് നമ്മൾ വന്നത് ലണ്ടൻ ബ്രിഡ്ജിലേക്കാണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു വാക്ക് വേ പോലുള്ളൊരു സ്പേസ് ആണ്. അവിടെ നിന്നിട്ട് നമ്മൾ സെൽഫി എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ സെൽഫി എടുക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജിൽ നിന്നിട്ടാണ്. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എവിടെ നിന്ന് കഴിഞ്ഞാലും അതിനെ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോഴേക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ ഈ ലോകത്ത് എവിടെയോ അല്ലെങ്കിൽ എന്ത് ബാക്ക്ഗ്രൗണ്ടും ആക്കി മാറ്റാനുള്ള ടെക്നിക്ക് ഉണ്ട് മൂവിയിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതെങ്ങനെയാണെന്ന് നമ്മളും കൂടെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ശരിക്കും നമുക്കത് ഭയങ്കര അത്ഭുതമായിട്ട് അല്ലെങ്കിൽ അതിനെ ആ ഒരു സെൻസിൽ നമുക്ക് മനസ്സിലാവുകയും നമ്മൾ അത്ഭുതപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഇനിയും ഉണ്ട് നമ്മുടെ എപ്പിസോഡുകൾ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും ഷോകളുടെ വിശേഷങ്ങളും ടെക്നിക്സൊക്കെ അടുത്ത വീഡിയോസിൽ കാണാം. ബൈ ബൈ.